ഓക്കെ, നമുക്കപ്പോ 19th മാർക്കറ്റ് ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്തു. ഓക്കെ, 22 സെപ്റ്റംബർ 22 അനലൈസ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി, സെൻസെക്സ്, പിന്നെ ബാങ്ക് നിഫ്റ്റി 3 ഇൻഡെക്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ 22 സെപ്റ്റംബർ ആണ് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പം ഡയറക്റ്റ് അനാലിസിസിലേക്ക് കിടക്കാം. പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു. അതിനു മുമ്പ് മാർക്കറ്റ് ബിഹേവിയറിൽ നോക്കണം. അതായത് ബോത്ത് ഇൻഡെക്സ് എങ്ങനെയാണ് പ്രീവിയസ് ഡേ, അതായത് 19th മാർക്കറ്റിൽ ബിഹേവ് ചെയ്തെന്ന് നോക്കണം. സോ 19th മാർക്കറ്റ് നോക്കുവാണെങ്കിൽ സെൻസെക്സ്, നിഫ്റ്റി, പിന്നെ ബാങ്ക് നിഫ്റ്റി, ബോത്ത് ഇൻഡെക്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്ന് നോക്കണം. സോ സ്ലൈറ്റ്ലി ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിഫ്റ്റി കണ്ടിന്യൂസ് സെല്ലിംഗ് വന്നു, കണ്ടിന്യൂസ് സെല്ലിംഗ് വന്നു, നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അതായത് ഓപ്പണിംഗ് എവിടെയായിരുന്നു, ക്ലോസിംഗ് എവിടെയായിരുന്നു, അതായത് ഈ ഒരു മൊമെന്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, പിന്നെ സെൻസെക്സും ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, സെല്ലിംഗ് വന്നു, നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. പിന്നെ ബാങ്ക് നിഫ്റ്റി സെയിം കൈൻഡ് ഓഫ് മൊമെന്റ് ആയിരുന്നു. 19th മാർക്കറ്റിന് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, കണ്ടിന്യൂസ് സെല്ലിംഗ് വന്നു, നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. 3 ഇൻഡെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ഡേ ബിഹേവിയർ പാറ്റേൺ നോക്കുവാണെങ്കിൽ 3 ഇൻഡെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആയിട്ട് അറിയാനായിട്ട് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഒരു 50% അടുത്ത റിട്രേസ്മെന്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഇവിടുന്ന് മൊമെന്റം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇവിടെ 50% അടുത്ത് റിട്രേസ്മെന്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ അപ്പൊ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് അവിടെ അവൈലബിൾ അല്ല. അതായത് മാർക്കറ്റിന് 50% അടുത്ത് റിട്രേസ്മെന്റ് മാർക്കറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ബോത്ത് ഇൻഡെക്സിൽ ഈ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തെടുത്തുന്ന ഇവിടം വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഉണ്ടാവും 50% അടുത്ത് റിട്രേസ്മെന്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഉണ്ട് ഒരു 50% അടുത്ത് റിട്രേസ്മെന്റ് മാർക്കറ്റ് തന്നു. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. മാർക്കറ്റ് ഡയറക്റ്റ് മാർക്കറ്റ് മൊമെന്റം തന്നു, റിട്രേസ് ചെയ്ത് മൊമെന്റം തന്നു, ഒരു കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല മാർക്കറ്റില്. പിന്നെ ആരുടെ സ്റ്റോപ്പ് ലോസ് ആണ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള, അതിനാണ് നമ്മൾ ലെവൽ നോക്കേണ്ടത്. ഓൾറെഡി പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്തേക്കുന്നത് ബൗൺസിംഗ് ലെവലാണ്. അതായത് 2-3 ദിവസം ഏകദേശം മുമ്പുള്ള അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് ആണ്. കാണിച്ചു തരാം. ബോത്ത് നിഫ്റ്റിയിലും സെൻസസിലും അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നിഫ്റ്റിയിൽ ഓൾറെഡി പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു, അൺക്ലിയർഡ് ആയിട്ടുള്ള ബൗൺസിംഗ് ലെവൽ മാർക്ക് ചെയ്തു. പിന്നെന്ന് പറയുന്നത് മാർക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന ക്ലോസിംഗ് പ്രൈസ് ആണ്. അതായത് 19th മാർക്കറ്റിലെ ഈ കാണുന്ന ക്ലോസിംഗ് പ്രൈസ് ആണ് പിന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വേറെ ലെവൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിഫ്റ്റിയിൽ വേറെ ലെവൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു പ്രീവിയസ് ലോ ക്ലോസിംഗ് പ്രൈസ് അൺക്ലിയർഡ് ആയിട്ടുള്ള ബൗൺസിംഗ് ലെവല് ഇത് കാണിച്ചത്. ഈ ലെവല് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ആക്ച്വൽ ലെവൽ. ഈ ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. അതാണ് ഈ ഒരു ക്ലോസിംഗ് പ്രൈസ്. വളരെ സ്ട്രോങ് ലെവലാണ്. കാരണം മാർക്കറ്റ് അത് ക്ലിയർ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ ലെവൽ മാർക്ക് ചെയ്ത്. അതുകൂടാതെ സെൻസസ് നോക്കുവാണെങ്കിൽ അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് സെൻസസിനും ഉണ്ട്. ഇതുണ്ടോ, സൂം ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് ഈ ലെവലിൽ എത്തിയിട്ടില്ല. നിയർ ബൈ എത്തിയിട്ട് മാർക്കറ്റും ബൈയിങ് മൊമെന്റം ആണ് തന്നിരിക്കുന്നത് 19th. അതേപോലെ തന്നെ 19th മാർക്കറ്റ് നിയർ ബൈ എത്തിയിട്ട് ബൈയിങ് മൊമെന്റം ആണ്. ഓക്കെ,
ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി പറയത്തക്ക പെർട്ടിക്കുലർ ലെവലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മാർക്കറ്റിലെ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ വേറെ ലെവലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അൺക്ലിയർഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അപ്പം ബാക്കി ലെവൽസ് വെച്ച് ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബയേഴ്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അതെന്തുകൊണ്ടാണ് ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലെവലിന്റെ അടുത്ത് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ബൈ മൊമെന്റം, അതായത് മാർക്കറ്റ് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി ബയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. വൺ ലെവൽ ഓഫ് ബയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് വൺ ലെവൽ ഓഫ് ബയേഴ്സ്, അല്ലാതെ മൾട്ടിപ്പിൾ ബയേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് വൺ ലെവൽ ഓഫ് ബയേഴ്സ് അവൈലബിൾ ആണ്. വേറെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. ഓക്കെ, പിന്നെ സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസെക്സ് നോക്കുവാണെങ്കിൽ ഓക്കെ, സെൻസസ് സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റ് തന്നു, മാർക്കറ്റ് ചെറിയൊരു കൺസൾട്ടേഷൻ ചെയ്തു, മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്തു. അതായത് റൗണ്ട് നമ്പർ ആയിട്ടുള്ള 82,500 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. സോ ഇവിടെ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബയേഴ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ അൺക്ലിയർഡ് ആയിട്ടുള്ള ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ഇവിടെ സെൻസെക്സിൽ 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. അതായത് 2 ലെവൽ ഓഫ് ബയേഴ്സ് ഇവിടെ ആക്ടിവേറ്റഡ് ആണ്. ഇതിന്റെ ഈ രണ്ട് ലെവൽസിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് ഈ സെൻസസിൽ 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. നിഫ്റ്റിയിൽ 1 ലെവൽ ഓഫ് ബയേഴ്സ് ആണ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് ഇൻഡെക്സും ബയേഴ്സിന് ആക്ടിവേറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മുകളിലില്ല. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, സെല്ലിങ് വന്നു. 55,500 ലെവലിന്റെ താഴെ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. സെല്ലേഴ്സിന്റെ വൺ ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, 1 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. കാരണം 55,500 മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. സോ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് മുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, വേറെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ സെല്ലേഴ്സിനും ആക്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. പിന്നെ ഓപ്പണിംഗിലേക്ക് നോക്കാം. ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഹ്യൂജ് ഗ്യാപ്പ്, അതായത് ഹ്യൂജ് അല്ലെങ്കിൽ നല്ലൊരു ഗ്യാപ് ഡൗൺ ആണ്. ഈ ഒരു ഒറ്റ ഗ്യാപ് ഡൗൺ ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി മാർക്കറ്റിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ. അത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഗ്യാപ് ഡൗൺ തന്നു. ഇതുണ്ടോ, ബോത്ത് ഇൻഡെക്സ് നോക്കുക, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. 1 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. ഇവിടെ 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് സെൻസെക്സിൽ അവൈലബിൾ ആണ്. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ തന്നു, കറക്റ്റ് ഗ്യാപ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡേയ്സ് ലോ, അതായത് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ നിന്ന് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. അതായത് ഡേയ്സ് ലോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ക്യാൻഡിൽ, ആ ക്യാൻഡിലിന്റെ ലോ ഗ്യാപ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ കാണുന്ന ക്യാൻഡിൽ, ഇതാണ് ഡേയ്സ് ലോ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ക്യാൻഡിലിന്റെ ലോ, അതാണ് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഈ ഇവിടെ ആകെ ഉണ്ടായിരുന്ന 1 ലെവൽ ബയേഴ്സ് ആണ്. ആ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എക്സിറ്റ് ചെയ്യിപ്പിച്ചു. ബയേഴ്സ് പാനിക്കായി അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. കാരണം ഈ ഗ്യാപ് ഡൗൺ കണ്ടുകൊണ്ട് അതുകൂടാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് റിജക്ഷനും തന്നു, ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്തു, മൾട്ടിപ്പിൾ റെഡ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തു. സോ ഇങ്ങനൊരു മൊമെന്റ് വരുമ്പോൾ ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ, കൂടാതെ ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്യുമ്പോൾ ബയേഴ്സ് സ്റ്റോപ്പ് ലോസ് അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഗ്യാപ് ഡൗണും കൂടെ കണ്ടുകൊണ്ട് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അതുകൂടാതെ ഗ്യാപ് ഡൗൺ കണ്ടുകൊണ്ട് പുതിയ സെല്ലേഴ്സ് ആഡ് ആവും. അതും കൂടാതെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് റെസിസ്റ്റൻസ് കണ്ടുകൊണ്ട് വീണ്ടും സെല്ലേഴ്സ് ആഡ് ആവും. അതായത് ഗ്യാപ് ഡൗൺ കണ്ടുകൊണ്ട് വീണ്ടും സെല്ലേഴ്സ് ആഡ് ആകും. അതുകൂടാതെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് റെസിസ്റ്റൻസ് കണ്ടുകൊണ്ട് വീണ്ടും സെല്ലേഴ്സ് ആഡ് ആകും. പിന്നെ ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്യുന്നുണ്ട്, കണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആഡ് ആകും. പിന്നെ ഈ ഒരു റെഡ് ക്യാൻഡിൽസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ സെല്ലേഴ്സ്, ഒരു 3 ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടെ ആഡ് ആകുന്നുണ്ട്. എന്തുകൊണ്ടാണ് 3 ലെവൽ ഓഫ് സെല്ലേഴ്സ് ആഡ് ആകുന്നത്? അതായത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ആ ഒരു ലെവലിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു, ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്തു. സോ ഇത് കണ്ടുകൊണ്ട് പ്രീവിയസ് സെയിൽ ഉണ്ടായിരുന്ന 1 ലെവൽ ഓഫ് ബയേഴ്സ് എക്സിറ്റ് ചെയ്യും. അതുകൂടാതെ പുതിയ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അതെങ്ങനെ ആക്ടിവേറ്റ് ആകും? ഗ്യാപ് ഡൗൺ
ഗ്യാപ് ഡൗൺ കൊണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. അതുകൂടാതെ ഈ ഒരു സ്ട്രോങ് ലെവലിൽ നിന്ന്, അതായത് അൺക്ലിയർഡ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് റിജക്ഷൻ കണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. അതും കൂടാതെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട്, അതായത് ഡെയിലി ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് കണ്ടുകൊണ്ട് ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് ബ്രേക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് പുതിയ സെല്ലേഴ്സ് ആഡ് ആകും. സോ ഇങ്ങനെ വരുമ്പം മൾട്ടിപ്പിൾ സെല്ലേഴ്സ് ആഡ് ആകും. അവരെന്ത് ചെയ്യും? പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിന്ന്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. നിഫ്റ്റി ഓപ്പണിംഗിൽ തന്നെ മൾട്ടിപ്പിൾ സെല്ലേഴ്സിന്, 3 ലെവൽ ഓഫ് സെല്ലേഴ്സിന്, അറ്റ്ലീസ്റ്റ് 3 ലെവൽ ഓഫ് സെല്ലേഴ്സിന് നിഫ്റ്റി ആക്ടിവേറ്റ് ചെയ്തു ഓപ്പണിംഗിൽ തന്നെ. പ്രീവിയസ് ചെയ്യുന്നുണ്ടായിരുന്ന ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്, അത് ക്ലിയർ ചെയ്തു. പിന്നെ സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസസിൽ ഇവിടെ 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അൺക്ലിയർഡ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് എന്ത് ചെയ്തു? റെസിസ്റ്റൻസ് അതായത് ആ ലെവലിന്റെ താഴെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നു. സോ മാർക്കറ്റിൽ എന്താകും? ഓൾറെഡി നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ബയേഴ്സ് പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അതും കൂടാതെ ഗ്യാപ് ഡൗൺ ഓപ്പൺ കണ്ടുകൊണ്ടും ഇവിടുന്ന് റിജക്ഷൻ കണ്ടുകൊണ്ടും മാർക്കറ്റിൽ എന്ത് ചെയ്യും? സെല്ല്, അതായത് 2 ലെവൽ ഓഫ് അവൈലബിൾ ആയിട്ടുള്ള ബയേഴ്സ് പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. പിന്നെ സെൻസസിൽ പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സെല്ലേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല. ഓൾറെഡി ഗ്യാപ് ഡൗൺ ഓപ്പൺ, നിഫ്റ്റി ഓൾറെഡി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. നിഫ്റ്റിയും സെൻസസും ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തെങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന ബയേഴ്സ്, 2 ലെവൽ ഓഫ് ബയേഴ്സ് പാനിക് ആയിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യത്തുള്ളൂ. ഈ നിഫ്റ്റിയിൽ ഈ മൊമെന്റമാണ് സെൻസസിനെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സെൻസസിൽ ഇവിടെ സ്ട്രോങ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഗ്യാപ് ഡൗൺ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് സെൻസസ് വന്നേക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ സെൻസസ് ഇവിടുന്ന് മൾട്ടിപ്പിൾ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ഉണ്ടോന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ 2 ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടുന്ന് ആക്ടിവേറ്റ് ആകും. നിഫ്റ്റിയിൽ 3 ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടുന്ന് ആക്ടിവേറ്റ് ആകും. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ആണ്. അത് കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേയിൽ സ്ലൈറ്റ്ലി ടു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? നെഗറ്റീവില് ക്ലോസ് ചെയ്തു. ഓക്കെ, അതേ മൊമെന്റം തന്നെയാണ് 22nd മാർക്കറ്റും തന്നേക്കുന്നത്. കണ്ടോ? പ്രീവിയസ് ഡേയില് മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ലൈറ്റ്ലി ടു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നെഗറ്റീവില് ക്ലോസ് ചെയ്തു. ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? അതായത് ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്തിട്ട് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഡേയിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ആ ലോയും ബ്രേക്ക് ചെയ്ത് നെഗറ്റീവില് ക്ലോസ് ചെയ്തു. ഇന്നും മാർക്കറ്റ് ആ സെയിം കൈൻഡ് ഓഫ് മൊമെന്റം ആണ് മാർക്കറ്റ് 22nd തന്നേക്കുന്നത്. അതായത് ഗ്യാപ് ഡൗൺ ടു സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇതായിരുന്നു ഡേയ്സ് ലോ, അതായത് ഡെയിലി ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ. ആ ലോയും ബ്രേക്ക് ചെയ്തു. സോ ഓൾറെഡി പ്രീവിയസ് ഡേയിൽ സെയിം കൈൻഡ് ഓഫ് മൊമെന്റം ആണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. സോ ആ ഒരു സെയിം കൈൻഡ് ഓഫ് മൊമെന്റം കണ്ടുകൊണ്ട് ഹ്യൂജ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. സോ ഇന്നലെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ സെയിം കൈൻഡ് ഓഫ് മൊമെന്റം ഉണ്ടാവും. അത് സെയിം കൈൻഡ് ഓഫ് മൊമെന്റം ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ഓപ്പൺ കണ്ടിട്ട് മാർക്കറ്റ് ഡേയ്സ് ലോയും ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുകൂടാതെ മാർക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസിംഗ് പ്രൈസിൽ നിന്നാണ് മാർക്കറ്റ് സെല്ലിംഗ് വരുന്നത്. ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആണ്. പിന്നെ അതും കൂടാതെ പ്രീവിയസ് ഡേ ലോ, ഈ കാണുന്ന പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴും സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. സോ 3 ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ, ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ നിഫ്റ്റിയിലും 3 ലെവൽ ഓഫ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. 2 ലെവൽ ഓഫ് സെല്ലേഴ്സ് സെൻസെക്സിലും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഈ വീഡിയോ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് ഏകദേശം 9:18 എന്നുള്ള ടൈമിൽ തന്നെ എന്ത് ചെയ്തു? ഈ ഒരു ഹ്യൂജ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹ്യൂജ് ആയിട്ടുള്ള സെല്ലേഴ്സ് മാർക്കറ്റിൽ മൾട്ടിപ്പിൾ സെല്ലേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തു. സോ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നമുക്ക് കോൾസ് ഒരു എൻട്രി എടുക്കാം. 3 ലെവൽ ഓഫ് സെല്ലേഴ്സിന്, ഇനഫ് സെല്ലേഴ്സിന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി. അതുകൂടാതെ മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. കാരണം വേറെ താഴത്തെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്തു.
സോ അവരുടെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും 100 പോയിന്റ് ടാർഗറ്റും വെക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു നമുക്ക് ഈ ഒരു റൗണ്ട് നമ്പർ കണ്ട ഈ ഒരു റൗണ്ട് നമ്പറിന്റെ ഓൾറെഡി ഞാൻ പറയാതെ വിട്ടൊരു കാര്യമുണ്ട്. ഓൾറെഡി ഇവിടുന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ക്ലോസിംഗ് പ്രൈസിംഗ് ഉള്ള സെല്ലിംഗ് കണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. അത് കൂടാതെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഡേയ്സ് ലോ പിന്നെ പ്രീവിയസ് ഡേ ബിഹേവിയറിൽ കണ്ടുകൊണ്ട് സെല്ലേഴ്സ്, അതായത് ക്ലോസിംഗ് പ്രൈസിംഗ് സെല്ലിംഗ് കണ്ടുകൊണ്ട് സെല്ലേഴ്സ് വരും. ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് പ്രീവിയസ് ഡേ ബിഹേവിയറിൽ കണ്ടുകൊണ്ട് സെല്ലേഴ്സ് വരും. കൂടാതെ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അതും കൂടാതെ മാർക്കറ്റ് പ്രീവിയസ് ഡേയിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 55,500 താഴെയാണ്. സോ ഇവിടെയും സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ശരിക്കും 4 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ട്രേഡ് എടുക്കാം കമ്പയർ ടു നിഫ്റ്റി ആൻഡ് സെൻസെക്സ്. കാരണം നിഫ്റ്റിയും സെൻസെക്സിൽ 2 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ 4 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഇൻസ്റ്റന്റ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ബാങ്ക് നിഫ്റ്റി ആണ് കമ്പയർ ടു അതർ 2 ഇൻഡെക്സ്, ബാങ്ക് നിഫ്റ്റി ആണ് ഈവൻ മോർ പ്രോബബിലിറ്റി ട്രേഡ് നമുക്ക് തരുന്നത്. കാരണം 4 ലെവൽ ഓഫ് സെല്ലേഴ്സ് അവിടെ ആക്ടിവേറ്റ് ആണ്. സോ ഈ ഒരു ക്യാൻഡലിന് ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. 55,500 എന്നുള്ള ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ റോസ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ലെവലിന്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ്. ഏകദേശം 151 പോയിന്റ്സ് എടുത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. സോ 9-18 ക്യാൻഡിലാണ്. അതേ ക്യാൻഡിൽ തന്നെ നിഫ്റ്റി നോക്കിയാലും നിഫ്റ്റിയിൽ ഏകദേശം കണ്ടോ, നിഫ്റ്റിയിൽ ഇവിടെ തന്നെ ഏകദേശം 9-18 IS 9-18 ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡേ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തു. ഏകദേശം ഒരു 74 പോയിന്റ്സ് എടുത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ഒരു ക്യാൻഡിൽ 9-18 ക്യാൻഡിൽ സെൻസസ് നോക്കുകയാണെങ്കിലും സെൻസസ് ഒരു 200 സംതിങ് പോയിന്റ്സ് എടുത്ത് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. 150 പോയിന്റ്സ് എടുത്ത് സ്റ്റോപ്പ് ലോസും വരുന്നുണ്ട്. പക്ഷെ ടാർഗറ്റ് ആണ് നമുക്ക് അച്ചീവ് ആയേക്കുന്നത്. സോ ഓക്കെ ട്രേഡേഴ്സ്, അപ്പൊ ഇതായിരുന്നു മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സെല്ലേഴ്സിനെ കറന്റ് ഡേയിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്തു. പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്ന ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തു. അങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. ഓക്കെ ട്രേഡേഴ്സ്, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.